ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 66:2 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഓർക്കുക, ഇവിടെ വാഴ്ത്തപ്പെട്ട ദൈവം അല്ലെങ്കിൽ ഹോവയാം ദൈവം യെശയ്യാവിലൂടെ അരുളി ചെയ്ത ഒരു ദൈവശബ്ദമാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഏതു മനുഷ്യനെയാണ് ദൈവം കടാക്ഷിക്കുന്നത് എന്നതാണ്. ലോകമനുഷ്യൻ വലിയ സ്ഥാനവും മാനവും ഒക്കെയുള്ള ആളുകളെ അവര് ശ്രദ്ധിച്ചു എന്ന് വരാം. എന്നാൽ ഇവിടെ നേരെ വിപരീതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അരിഷ്ടനും മനസ്സ് തകർന്നവൻ, അതേപോലെ ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ കടാക്ഷിക്കുന്ന ദൈവം. പലപ്പോഴും നമുക്കറിയാം, തകർന്ന ഒന്നിൽ ആരും ആശ്രയം വയ്ക്കാറില്ല. തകർന്ന സാധനങ്ങൾ, ചില ഉപകരണങ്ങൾ, അല്ലെങ്കിൽ മര ഉപകരണങ്ങൾ, കട്ടില്, മേശ, കസേര, ഇതൊക്കെ ഒടിഞ്ഞു പോയാൽ അത് പിന്നെ ഉപയോഗശൂന്യമാണ്. അതിനെ എടുത്ത് ദൂരെ കളയുക മാത്രമേ മനുഷ്യൻ ചെയ്യത്തുള്ളൂ. എന്നാൽ ഇവിടെ തകർന്നതിനെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ലോകത്തിന്റെ തിയറി അല്ല, ലോകത്തിന്റെ നിയമങ്ങളല്ല, ദൈവത്തിന്റെ നിയമങ്ങൾ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതേപോലെ തന്നെ യെശയ്യാ പ്രവചനം 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമവുമുള്ളവനായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. എത്രയോ സന്തോഷകരമായ അനുഭവം. ഒരുപക്ഷെങ്കിൽ ചിലപ്പോൾ ചില അനാഥാലയങ്ങളിലൊക്കെ അനാഥരോട് വളരെ കരുണ കാണിക്കുന്ന ചില പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് ഇവിടെ പറയുകയാണ്, ആ കർത്താവ് താൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാണെങ്കിലും ആരുടെ കൂടെയാണ് വസിക്കുന്നത്? താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ വസിക്കുന്നവനായ ദൈവം. പ്രിയമുള്ളവരെ, ലോകത്ത് നമ്മൾ ഒത്തിരി വേദനകൾ നമ്മൾ കാണുന്നവരാണ്. ഒത്തിരി തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ നമ്മൾ കാണുന്നവരാണ്. നമ്മുടെ ഉറ്റവരോ പ്രിയപ്പെട്ടവരോ ചില വർഷങ്ങൾ അവർ രോഗികളായി കട്ടിലിൽ കിടക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ വേദനകൾ എത്ര വലുതാണ്. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മൾ സഹകരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. തകർന്നതിനെ, അതിനെ തകർന്നു പോകാതെ, എന്നേക്കും നശിച്ചു പോകാതെ വീണ്ടെടുക്കുന്നവനായ കർത്താവ്. ആ ദിവ്യ സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ട്. എന്താണ് ഇത്രയും തകർച്ച?
എന്താണ് ഇത്രയും പരിശോധന? എന്താണ് എനിക്ക് മാത്രം ഇത്രയും വേദന? എന്താണ് എൻ്റെ കുടുംബത്തിന് മാത്രം ഇത്രയും തകർച്ച? ചില കുഞ്ഞുങ്ങൾ ജനിച്ച കാലം മുതൽ അവരൊരേ കിടപ്പാണ്. മലമൂത്രം വിസർജനം ചെയ്ത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. ഭാര്യ തളർന്നു പോയിട്ട് വാർദ്ധക്യത്തിൽ നോക്കുന്ന വയോധികരായ അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതേപോലെ ഭർത്താവ് കിടക്കയിലായിട്ട് വർഷങ്ങൾ ശുശ്രൂഷിക്കുന്ന വയോധികരായ അവരുടെയും പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം, നമ്മുടെ സാക്ഷാൽ വേദനകളെ ചുമന്നവനായ ഒരു കർത്താവ്, തകർന്നതിനെ വീണ്ടെടുക്കുവാൻ, തകർന്നതിനെ പണിയുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ സ്നേഹം ഒരു പക്ഷെങ്കിൽ ഇവിടെ തൽക്കാലം ചില കാലങ്ങൾ നമ്മൾ ചില വേദനകളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വന്നു എന്ന് വരാം. പക്ഷെങ്കിൽ നിത്യമായ ഒരു വീണ്ടെടുപ്പ്, ശാശ്വതമായ ഒരു പരിഹാരം, തകർന്നതിനെ പണിതെടുത്ത് അതിനെ യജമാനന് പ്രയോജനമുള്ള ഒരു നല്ല പാത്രമാക്കി നിത്യതയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ദിവ്യ സ്നേഹമാണ് നമുക്ക് ക്രിസ്തുവിലൂടെ അനുഭവിപ്പാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ അനേക തകർച്ചകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എന്നറിയാം. അനേക വേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ കണ്ണുനീരുകളെ ഒപ്പുന്ന ഒരു കർത്താവ്, തകർന്നതിനെ ഉദ്ധരിക്കുന്ന ഒരു കർത്താവ്, പണിതെടുക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടാതെ, അധൈര്യപ്പെടാതെ ദൈവകരങ്ങളിൽ വീണ്ടും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഈ ദൂത് കേൾക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി വേദന പേറിക്കൊണ്ട് തകർന്നു കിടക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. എന്നാൽ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വാസം ചെയ്യുന്ന കർത്താവ്, താഴ്മയിൽ ജീവിക്കുന്ന ജനത്തോ ആദരിക്കുന്ന ദൈവം ഞങ്ങളുടെ നല്ല കർത്താവാകയാൽ സ്തോത്രം. ദൈവമേ, ഭാരങ്ങളിൽ കൂടെയും ദുഃഖങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന നിങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് ആശ്വാസവും വിടുതലും രോഗക്കിടക്ക മാറ്റി വിരിച്ചുകൊണ്ട്, പ്രതികൂലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരത്തിൽ ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.